വൈകി വരുന്ന ചില തിരിച്ചറിവുകളുണ്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ. അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അന്ന് ഞാൻ പഠിച്ചിരുന്നെങ്കിൽ, അന്ന് ഞാൻ ആ കോഴ്സ് എടുത്തിരുന്നെങ്കിൽ, അന്ന് എൻ്റെ മകൻ പറഞ്ഞ സമയത്ത് ഞാനത് അവൻ പറഞ്ഞത് കേട്ട് അവനത് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ, അവനെ അന്ന് ഞാൻ അതിന് വിട്ടിരുന്നെങ്കിൽ, അന്ന് ഞാൻ ആ കാർ എടുത്തിരുന്നെങ്കിൽ, അന്ന് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ, ഇങ്ങനെ നീളുന്ന കുറേ ലിസ്റ്റുകളുണ്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ അന്ന് നമ്മൾ ചെയ്തത് ശരിയായിരുന്നു, അല്ലെങ്കിൽ അന്ന് നമ്മൾ ചെയ്തത് തെറ്റായിരുന്നു എന്നുള്ളത് വൈകി നമ്മൾ തിരിച്ചറിഞ്ഞ ചില തിരിച്ചറിവുകൾ. ആ തിരിച്ചറിവുകൾക്ക് വേണ്ടി സമയം നമ്മളെ കാത്തു നിന്നില്ല, സമയം പോയി. നമ്മൾ ഇപ്പോഴാണ് ഇവിടെ ഉള്ളത്. അതേപോലെ ഇപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇപ്പോഴല്ലേ ഇതൊക്കെ ഞാൻ അറിഞ്ഞത്, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ വെറുതെ ഇരിക്കേണ്ട കേട്ടോ. റൈറ്റ് നൗ ഈസ് ദി ബെസ്റ്റ് ടൈം ടു ക്രിയേറ്റ് യുവർ ടുമോറോ. നിങ്ങളുടെ ഇന്നാണ് നാളെ, നല്ല നാളെ ക്രിയേറ്റ് ചെയ്യുന്നത്. നാളെ നിങ്ങൾക്ക് എങ്ങനെ പോകണോ, എങ്ങനെ ലൈഫ് അടിപൊളിയായിട്ട് പോകണോ എന്നാൽ നിങ്ങൾ ഇപ്പോൾ അത് തീരുമാനിച്ചോളൂ, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുത്തോളൂ. നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തുള്ള എത്ര വലിയ പണക്കാരനാണെങ്കിലും, എത്ര പാവപ്പെട്ടവനാണെങ്കിലും, എത്ര വലിയ യോഗികൾക്കാണെങ്കിലും, മഹാന്മാർക്കാണെങ്കിലും ഒരേപോലെ ലഭിച്ചിട്ടുള്ള ഒന്നാണ് 24 അവർ. ആ 24 മണിക്കൂർ നമ്മൾ എങ്ങനെ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കുന്നു, ആ നമുക്ക് കിട്ടിയ സമയം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മുടെ നാളേക്കുള്ള ജീവിതം എങ്ങനെ പോകണം, ഹാപ്പി ആകണോ, ഏത് രീതിയിൽ പോകണമെന്ന് നമ്മളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയ സമയം മാക്സിമം അടിപൊളിയാക്കി പ്ലാൻ ചെയ്ത് ക്രിയേറ്റീവായി ഗോൾ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.